Hello dear friends, welcome to Swathi Swagath tutorials. In our previous class, we discussed subaerial stem modification. Today we are starting with another important section, that is the leaf. So let's start. Okay, leaf നമുക്ക് അറിയാവുന്നതാണ് ഏത് ഭാഗമാണെന്നൊക്കെ അറിയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലാന്റ്സിൽ കാണുന്ന ഭാഗമാണെന്ന് ലീഫ് എന്നുള്ളത് അറിയാം. Then this leaf, it develops at the node and bears a bud in its axil. Okay, stem structure പഠിച്ച സമയത്ത് നമുക്കറിയാം stem contain many nodes. Is it? Nodes are there, and in between nodes the area is called internodes. So this is a node and another node, another node. In between the space is called internode. Clear? And here actually leaves originate from this nodal region. അപ്പോൾ ഈ നോഡൽ റീജിയനാണ് ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനാണ് ലീഫ് അറേഞ്ച് ചെയ്യാം. ശരി, കണ്ടിട്ടുണ്ടാവും പ്ലാന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നോഡൽ റീജിയൻ. അപ്പോൾ ഇവിടെ ഇതേപോലെ അറേഞ്ച് ചെയ്യുന്നു. അപ്പം ഓൾഡർ ലീവ്സ് ആർ പ്രസൻറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ സ്റ്റം, യങ്ങർ ലീവ്സ് ടുവേർഡ് ദ ടിപ്പ്. ദാറ്റ് ഈസ് കോൾഡ് അക്രോപിറ്റൽ സക്സഷൻ എന്നൊക്കെയാണ് പറയാം. അക്രോപിറ്റൽ സക്സഷനിലാണ് എന്ത് ചെയ്യുന്നത് ലീവ്സ് അറേഞ്ച് ചെയ്യുന്നത്. വാട്ട് ഈസ് അക്രോപിറ്റൽ സക്സഷൻ? ഓൾഡർ ലീവ്സ് ആർ പ്രസൻറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ സ്റ്റം ആൻഡ് യങ്ങർ ലീവ്സ് ആർ പ്രസൻറ്റ് ടുവേർഡ്സ് ദ ടിപ്പ്. അപ്പോൾ ഏറ്റവും ടിപ്പിലായിട്ട് നമുക്ക് ഏറ്റവും യങ് ആയിട്ടുള്ള ലീഫിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ കാണാം. ആൻഡ് സംടൈം each node contain single leaf or two leaf or more than two leaf. അല്ലേ, ആ ഒരു അറേഞ്ച്മെൻറ്റ് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എനിവേ ലീഫ് സ്ട്രക്ചറാണ് പറയുന്നത്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നോഡൽ റീജിയൻ. ആൻഡ് ഇൻ ദ ആക്സിൽ, ആക്സിൽ മീൻസ് സ്റ്റെം കാണാം, അതുപോലെ ലീഫിൻ്റെയും കൂടെ വരുന്ന ഈ ഒരു ആക്സിസ് ഭാഗമുണ്ട്. ആക്സിലിൽ ബഡ് പ്രസൻ്റ് ആണ്. ബഡ്സിനെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താ, ഒരു ഔട്ട് ഗ്രോത്ത് പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ദിസ് ഔട്ട് ഗ്രോത്ത്, ഈ ഒരു ബഡിനെ പറയുന്ന പേരെന്താ? ആക്സിലിൽ കാണുന്ന ബഡ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആക്സിലറി ബഡ്. ഓക്കെ, ആക്സിലറി ബഡ്. ഈ ആക്സിലറി ബഡ് ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് വളർന്ന് എന്തായിട്ട് മാറും? ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നുണ്ട്. ചില കേസിൽ ഫ്ലവർ ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ എന്തായാലും ആക്സിലിൽ കാണുന്ന ഈ ബഡാണെന്ത്? ആക്സിലറി ബഡ്. നെക്സ്റ്റ് പോയിന്റ്, ലീഫ് ഒറിജിനേറ്റ് ഫ്രം ലീഫ് പ്രൈമോഡിയ. അപ്പോൾ ഒരു യങ് ലീഫ് ആണ് പിന്നെ വളർന്ന് എന്തായിട്ട് മാറുന്നത്? ഒരു മെച്യൂർ ആയിട്ടുള്ള ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ലീഫ്. ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ കാണുന്ന യങ് ലീഫിനാണ് എന്ത് പറയാം? ലീഫ് പ്രൈമോഡിയ. ഓക്കെ, എല്ലാ പ്ലാന്റ്സിൻ്റെ ഈ സ്റ്റെം ടിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ചെറിയ ചെറിയ ലീഫായി മാറേണ്ട സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതാണ് എന്ത്? ലീഫ് പ്രൈമോഡിയ. നെക്സ്റ്റ്, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് എ ലീഫ്? നമുക്കറിയാവുന്നതാണ് അല്ലേ? ഫങ്ഷൻസ് എന്താ? മെയിൻ ഫങ്ഷൻ പെർഫോമിങ് ഫോട്ടോസിന്തസിസ്. ഒരു പ്ലാന്റിൽ മെയിൻ ആയിട്ടുള്ള എന്താണ്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഭാഗം. നമുക്ക് വേണമെങ്കിൽ കിച്ചൺ തന്നെ പറയാം അല്ലെ? അതാണ് എന്ത്? ലീഫ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ദേ പെർഫോം ഫോട്ടോസിന്തസിസ്. അപ്പം നെക്സ്റ്റ് ഫങ്ഷൻ എന്താണ്? ട്രാൻസ്പിരേഷൻ. വാട്ട് ഇസ് ട്രാൻസ്പിരേഷൻ? ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ത്രൂ സ്റ്റൊമാറ്റ ഇസ് കോൾഡ് ട്രാൻസ്പിരേഷൻ. സോ ആ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും എവിടെയാണ് നടക്കുന്നത്? ലീഫിൽ കാണുന്ന സ്റ്റൊമാറ്റയിൽ കൂടിയാണ്. ദ നെക്സ്റ്റ് ഫങ്ഷൻ എന്താണ്? റെസ്പിരേഷൻ. റെസ്പിരേഷൻ ലിവിങ് ഓർഗാനിസത്തിൽ എല്ലാത്തിലും കാണുന്നു. ഹിയർ ഓൾസോ റെസ്പിരേഷൻ മീൻസ് ഒക്കേഴ്സ് ത്രൂ ദ സെയിം സ്ട്രക്ചർ, ദാറ്റ് ഇസ് ത്രൂ സ്റ്റൊമാറ്റ. ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ആണ് അല്ലേ? ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നു. ദാറ്റ് ഇസ് റെസ്പിരേഷൻ. ഹിയർ ഫോട്ടോസിന്തസിസ് ടൈമിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? CO2 ഉള്ളിലോട്ട് എടുക്കുന്നതും ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ മാറിപ്പോയത് റെസ്പിരേഷൻ എല്ലാ ആൾക്കാരും എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും സെയിം ഫംഗ്ഷനാണ് നടക്കുന്നത്. ഓക്സിജനെ അബ്സോർബ് ചെയ്യുന്നു, CO2നെ എക്സ്പെൽ ചെയ്യുന്നു. ക്ലിയർ? സോ ഇത്രയാണ് ലീഫിനെ പറ്റിയുള്ള കുറച്ച് ഇൻട്രഡക്ഷൻ കാര്യങ്ങൾ. ദ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തോട്ട് പോവാണ്. ദാറ്റ് ഈസ് പാർട്സ് ഓഫ് എ ലീഫ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ ലീഫ്? ഓക്കെ, മെയിൻലി 3 പാർട്സ്. ഫസ്റ്റ് വൺ ലീഫ് ബേസ്, സെക്കൻഡ് ഇസ് petiole, and the third is lamina. Okay, ഏതൊക്കെയാണ്? ഫസ്റ്റ് പാർട്ട് ഇസ് കോൾഡ് ലീഫ് ബേസ്. ലീഫ് ബേസ് or otherwise called hypopodium. Leaf base or a hypopodium. Then second part is petiole. Petiole, P-E-T-I-O-L-E. Petiole or a mesopodium. Mesopodium. And the third part is leaf lamina or otherwise called a epipodium. Epipodium, or one more name, that is leaf blade. Okay, leaf blade. Clear? These are the important parts of a leaf. Leaf base, petiole, lamina.
Then ഓരോ പാർട്ടും എന്താ അതിൻ്റെ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Then go to the first one, leaf base. Okay, here in this diagram you can imagine a stem here and a leaf. Okay, ഒരു സ്റ്റെം ഒരു ലീഫ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. Then here ഇവിടെ നോക്കാം, ലീഫ് ബേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വളരെ സിമ്പിളാണ്. ഒരു ലീഫിൻ്റെ ബേസ്, അത്രയേ ഉള്ളൂ ലീഫ് ബേസ്. ദാറ്റ് ഈസ് ദ പാർട്ട് ബൈ വിച്ച് the leaf attached on the stem. അല്ലെ, ഏത് പാർട്ട് ഉപയോഗിച്ചാണോ ലീഫ് സ്റ്റെമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത്, it is this part. This is called a leaf base. Clear? And here the leaf base in monocot plants. Monocot plants-ലാണെങ്കിൽ, for example in banana, okay, അതുപോലെ ഓർ ഇൻ അരക്കനറ്റ്, അല്ലേ, നമുക്കറിയാം കവുങ്ങ്, അതിലൊക്കെ എന്താണ് ലീഫ് ബേസ് എങ്ങനെയാണ്? ഷീത്ത് പോലെയുള്ളത്. അപ്പോൾ നമുക്കറിയാം കവുങ്ങിൻ്റെ ആ ഒരു ലീഫ് ഷീത്തിലാണ് നമ്മളിങ്ങനെ ഇരുന്ന് വലിച്ചു കൊണ്ടുപോകുന്നില്ലേ മുൻപേ ഒക്കെ, അല്ലേ? അപ്പോൾ അതുപോലെ അത്രയും നന്നായിട്ട് ബ്രോഡായിട്ട് കാണുന്ന ലീഫ് ഷീത്താണ് എവിടെയുള്ളത്? ഇൻ കേസ് ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ്. സോ മോണോകോട്ട് പ്ലാന്റ്സ് ലീഫ് ബേസ് ഇസ് flattened, so they are also called what? Leaf sheath. Leaf sheath. Okay, then next means in some plants like leguminous plants, for example നമുക്കറിയാം ടച്ച് മീ നോട്ട് എന്ന് പറയുന്ന പ്ലാന്റ് അറിയാം, അല്ലേ? ടച്ച് മീ നോട്ട് പ്ലാന്റിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് ദ പൾവിനസ്. ലീഫ് ബേസ് വിത്ത് പൾവിനസ്. വാട്ട് ഇസ് പൾവിനസ്? കുറച്ചിങ്ങനെ തടിച്ച് നിൽക്കുന്ന, പൊന്തി നിൽക്കുന്ന ഭാഗം. ഇപ്പം തൊട്ടാവാടിയാണ് എന്ത് ടച്ച് മീ നോട്ട് എന്ന് പറയുന്ന പ്ലാന്റ്. അതിൻ്റെ ലീഫ് ബേസ് കുറച്ച് കട്ടിയുള്ളതാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലീഫ് ബേസ് കുറച്ചിങ്ങനെ പൊങ്ങി ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ദാറ്റ് സ്ട്രക്ചർ ഇസ് കോൾഡ് പൾവിനസ് ഓർ പൾവിനസ് ലീഫ് ബേസ്. ആൻഡ് തൊട്ടാവാടിയെ തൊട്ട് കഴിഞ്ഞ ഉടനെ ഇങ്ങനെ സ്ലീപ്പിംഗ് മൂവ്മെൻ്റ് ഉണ്ട്, അല്ലേ, വാടി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് കൺട്രോൾ ചെയ്യുന്ന ഭാഗം കൂടിയാണ് എന്ത്? ദിസ് ബൾജ്ഡ് ലീഫ് ബേസ് ഓർ പൾവിനസ് ലീഫ് ബേസ്. സോ ദിസ് പൾവിനസ് ലീഫ് ബേസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്. ഇപ്പോൾ ചില പ്ലാന്റ്സ് ഒക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും ലീഫൊക്കെ കൂടെ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്ന പോലെ കാണാം, അല്ലെ? അതൊക്കെ ഇങ്ങനെ വാടിപ്പോയിരിക്കുന്നത് കാണാം. രാവിലെ ആകുമ്പോൾ പഴയതുപോലെ വീണ്ടും ഫ്രഷ് ആയി വരും. അപ്പോൾ അതാണ് ദ സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ് ഓർ ഓൾസോ കോൾഡ് നിക്റ്റിനാസ്റ്റി. ഓക്കെ, ദിസ് പൾവിനസ് ലീഫ് ബേസ് ആണ് അതിന് കാരണം. ആൻഡ് ഹിയർ അപ്പോൾ നമുക്ക് ലേബൽ ചെയ്യാം. ദിസ് പാർട്ട് ഇസ് ലീഫ് ബേസ്. ഓക്കെ, ദിസ് ഇസ് സ്റ്റെം. ഇതാണ് സ്റ്റെം. And here in this leaf base they have another extra structures are there, and these structures are called, what is this? This structure present in the axil between the stem and the leaf. An axis is the structure which is present in this axil is called what? Axillary bud. Already നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതാണ് എന്ത്? ആക്സിലറി ബഡ് എന്ന് പറഞ്ഞു. ആക്സിലറി ബഡ് ചിലപ്പോൾ എന്തൊക്കെ ആയിട്ട് മാറും? ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് മാറും വലുതാവുമ്പം. എനിവേ the bud which is present in the axil is called axillary bud. And one more structure, a projection, extra projection is there in the base of the leaf. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ പ്രൊജക്ഷൻ പറയുന്ന പേരാണ്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റിപ്യൂൾ. എന്താ പറയുക? സ്റ്റിപ്യൂൾ. ഈ ഒരു സ്ട്രക്ചർ സ്റ്റിപ്യൂൾ, എ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. എക്സ്ട്രാ കാണാം. ഒരു ലീഫ് എടുത്ത് ഇത്രയും മൈന്യൂട്ടായത് അത്രയും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കാണുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ഇത് സ്റ്റിപ്യൂൾ. അത് കൂടാതെ ആക്സിൽ എന്ത് കാണാം? ആക്സിലറി ബഡ് കാണാം. സോ ദിസ് ഇസ് അബൌട്ട് വാട്ട്? ലീഫ് ബേസ്. അപ്പോൾ ഇത്രയും ഒരു ബേസ് സ്റ്റാർട്ടിംഗ് പാർട്ടാണെന്ത്? ലീഫ് ബേസ് ഓർ hypopodium. Clear? Monocot leaf sheath, and in leguminous plants which show sleeping movement have a pulvinous leaf base. Clear? Then next ഭാഗത്തോട്ട് പോവാണ്. നെക്സ്റ്റ് പാർട്ട് ഇസ് കോൾഡ് പീറ്റിയോൾ ഓർ മീസോപോഡിയം. വാട്ട് ഇസ് പീറ്റിയോൾ? അപ്പോൾ മീസോ മീൻസ് മിഡിലാണ്, സെൻട്രൽ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇത് പറഞ്ഞു, ബാക്കിയുള്ള ഭാഗം. ദെൻ ഇത്രയും കാണുന്ന ഈ ഭാഗം എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഓഫ് ദ ലീഫ് ഇസ് കോൾഡ് പീറ്റിയോൾ. ഒരു ലീഫിൻ്റെ സ്റ്റോക്ക്, തണ്ട്, അതിനാണ് എന്ത് പറയുക? പീറ്റിയോൾ എന്ന് പറയാം. സോ സ്റ്റോക്ക് ഓഫ് ദ ലീഫ് ഇസ് കോൾഡ് പീറ്റിയോൾ. ആൻഡ് ദിസ് പീറ്റിയോൾ ചിലപ്പം എന്താണ്, ചില പ്ലാന്റ്സിൽ പീറ്റിയോൾ പ്രസൻ്റ് ആവാം, ചിലതിൽ എന്താ ആബ്സെൻ്റ് ആവാം. എല്ലാ പ്ലാന്റ്സിലും പീറ്റിയോൾ ഉള്ള കേസിൽ ചിലത് ഡയറക്റ്റ് ഈ ഇത്രയും ഭാഗം ഇവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് പോലെ കാണാം, അല്ലെ? ഇക്സോറ എന്ന് പറയുന്ന പ്ലാന്റ് നമുക്കറിയാം, തെച്ചിപ്പൂ, അതിലൊക്കെ ആണെങ്കിൽ ലീഫ് കറക്റ്റ് ഇങ്ങനെ അറ്റാച്ച്, അവിടെ വലിയൊരു പീറ്റിയോളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എനിവേ ഇഫ് എ ലീഫ് ഹാവ് പീറ്റിയോൾ, സച്ച് ടൈപ്പ് ഓഫ് ലീഫ് ഈസ് കോൾഡ് പീറ്റിയോലേറ്റ്. പീറ്റിയോലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പീറ്റിയോൾ present ആണെങ്കിൽ, if petiole is present, that leaf is called petiolate leaf.
If petiole is absent, then such leaf are called sessile. അങ്ങനെയുള്ള ലീഫിന് എന്താ പറയുക? Sessile. Clear? Sessile leaf എന്നാണ് പറയുക. If present petiolate, absent sessile leaf. Clear? അപ്പോൾ ഈ ഡയഗ്രത്തിൽ petiole present ആണ്. And what is the function of this petiole? Petiole കുറച്ച് ഫ്ലെക്സിബിൾ ആണ് അല്ലേ? With the help of this petiole, leaf can expose to sunlight. ലീഫിന് കറക്റ്റ് സൺലൈറ്റിലോട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, കറക്റ്റ് ഹോൾഡ് ചെയ്യുന്നു. ഓർ എന്താ ചെയ്യുന്നത്, ലീഫിന് കാറ്റിലിങ്ങനെ ആടിക്കളിക്കുന്ന കാണാം അല്ലെ, ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ എന്താണ് ഈ പീറ്റിയോളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ പീറ്റിയോൾ ഇസ് ദ പാർട്ട് ഓർ സ്റ്റോക്ക് ഓഫ് ദ ലീഫ്. ദെൻ നെക്സ്റ്റ് സ്ട്രക്ചറിലോട്ട് പോവാണ്. നെക്സ്റ്റ് പാർട്ട് ഇസ് ലാമിന, otherwise called epipodium or a blade. Okay, leaf lamina എന്നാണ് പറയുക. അതേതാ ഭാഗം? ഇത്രയും പറഞ്ഞു ഇവിടെ ലീഫ് ബേസ് പീറ്റിയോൾ, നമ്മളിത് രണ്ട് ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്ത് കവർ ചെയ്തു. ബാക്കി കാണുന്ന ഗ്രീൻ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഫുൾ പോർഷൻ ഇസ് കോൾഡ് ലീഫ് ലാമിന. അപ്പോൾ ഇവിടെ കാണുന്ന ഫുൾ പാർട്ട് തന്നെയാണ് എന്ത്? ലീഫ് ലാമിന. ഇത്രയും സ്ട്രക്ചറാണ് ലീഫ് ലാമിന ഓർ ലീഫ് ബ്ലേഡ് ഓർ എപ്പിപ്പോഡിയം. ക്ലിയർ? നോർമലി ലീഫ് ലാമിന എന്താണ്? ഗ്രീൻ കളറിലുള്ളത് കാണാം, വേറെ കളറിലുള്ള ലീഫൊക്കെ പ്രസൻ്റ് ആണ്. എനിവേ ആ ഫ്ലാറ്റൻഡ് പാർട്ട് ഇസ് കോൾഡ് ലീഫ് ലാമിന. ഇറ്റ് ഇസ് ദ മെയിൻ പാർട്ട് ആൻഡ് വിച്ച് ഇസ് ദ സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഇസ് ഇറ്റ്? ആൻഡ് ഇനി ലീഫ് ലാമിനയിലുള്ള സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലീഫ് ലാമിന, ഈ ഒരു പീറ്റിയോൾ ലീഫ് ലാമിനയിലോട്ട് എൻറ്റർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ലീഫ് ലാമിനയിൽ കംപ്ലീറ്റ് വെയിൻസ് ഉണ്ട്, നിറയെ വെയിൻസ് ആണുള്ളത്. അപ്പോൾ നമ്മളെ ബോഡിയിലൊക്കെ വെയിൻസ് ഉള്ളതുപോലെ തന്നെ ലീഫിലും നിറയെ വെയിൻസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രാഞ്ചസ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിറയെ ബ്രാഞ്ചസ് ഉണ്ടാവും അല്ലെ. ഒരു അങ്ങനെ ഉണങ്ങി വീണ് കിടക്കുന്ന ലീഫ് എടുത്ത് നോക്കിയാൽ അതിലുള്ള വെയിൻസ് മാത്രം നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ ഇതിന് എന്തൊക്കെയാണ്? വെയിൻസ് ഉണ്ട്, അതുപോലെ പിന്നെയും ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആകുമ്പോൾ നമ്മൾ വെയിൻ ലെഡ്സ് എന്നാണ് പറയുക. വെയിൻസ് ആൻഡ് വെയിൻ ലെഡ്സ്. ഇവിടെ സെൻറ്ററിൽ കാണുന്ന ഒരു പ്രൊമിനൻ്റ് ആയ ഒരു വെയിനെ കണ്ടോ, നല്ല കട്ടിയിൽ വരച്ചിരിക്കുന്ന സ്ട്രക്ചർ. ദിസ് പാർട്ട് ഇസ് കോൾഡ് മിഡ്രിബ്. അതിനെന്താ പറയുക? മിഡ്രിബ്. ദ സെൻട്രൽ പ്രൊമിനൻ്റ് വെയിൻ ഇസ് കോൾഡ് മിഡ്രിബ്. ഓക്കെ, മിഡ്രിബിൻ്റെ ബ്രാഞ്ചസ് ആണ് എന്ത്? ആക്ച്വലി വെയിൻസും വെയിൻലെറ്റ്സും. ദെൻ എന്താണ് ഈ ഫംഗ്ഷൻ? മിഡ്രിബോ വെയിൻലെറ്റ്സ് ഫംഗ്ഷൻ എന്താ? നമ്മളെ ബോഡിയിൽ ബോൺ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താ? പ്രൊവൈഡ് സപ്പോർട്ട് അല്ലേ, സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക്. അതുപോലെ ലീഫിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് കൊടുക്കുന്നു, അതിന് സപ്പോർട്ട് കൊടുക്കുന്ന സ്ട്രക്ചറാണിത് ഈ മിഡ്രിബ് ആൻഡ് വെയിൻസും വെയിൻലെറ്റ്സും എല്ലാം. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ലീഫ് റോൾ ചെയ്തു പോകും, അതിനൊക്കെ നിവർത്തി നിൽക്കുന്ന ആ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നു. അതേപോലെ നമ്മളെ ബോഡിയിൽ ബ്ലഡ് വെസൽസ് അല്ലെ, വെയിൻസ്, ഇതൊക്കെ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻ ആണ്. അതേപോലെ തന്നെ ഇവിടെ ലീഫിലേക്കുള്ള എല്ലാത്തിൻ്റെയും ട്രാൻസ്പോർട്ട് നടത്തുന്ന ആര് തന്നെയാണ്? ഈ വെയിൻസിൽ കൂടിയാണ്. ക്ലിയർ? അപ്പോൾ സൈലം ഫ്ലോയും കാര്യങ്ങളൊക്കെ സ്റ്റെമ്മിൽ മാത്രമല്ല പീറ്റിയോളിൽ കൂടെ പോകുമ്പം ലീഫിലേക്ക് എത്തുമ്പോൾ അതിലുണ്ട് ആ മിഡ്രിബ് ഭാഗം കട്ടാവുമ്പം അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടെ ലീഫിലുള്ള സൈലം ഫ്ലോയം പാർട്ട് നമുക്ക് കാണാം. So function, structure, provides structural framework and also helps in the transport of food material or എന്താണ് ന്യൂട്രിയൻസ് ആണോ ഓർ ഓക്സിജൻ ആണോ ഇനി എന്താണ് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ മിനറൽസ് അല്ലേ, അതിനൊക്കെ ട്രാൻസ്പോർട്ടിനും ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണിത്. ദെൻ നെക്സ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ മിഡ്രിബ് പറഞ്ഞു, വെയിൻസ് വെയിൻലെറ്റ്സ് ഫംഗ്ഷൻ പറഞ്ഞു. ദെൻ മാർജിൻ, ലീഫിൻ്റെ മാർജിൻ കാണുന്നില്ല ഇവിടെ, ഈ ഒരു കംപ്ലീറ്റ് മാർജിൻ കാണാം. ഇപ്പോൾ ലീഫിൻ്റെ മാർജിൻ എന്താ പറയുക? സിമ്പിളായിട്ട് എന്തിനാ പറയാം? ലീഫ് മാർജിൻ എന്നാണ് പറയാം. ഓക്കെ, ലീഫ് മാർജിൻ. ഇപ്പോൾ ഇവിടെ ഞാൻ വരച്ച ലീഫ് മാർജിൻ എന്താ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയല്ല, ചില ലീഫ് എങ്ങനെയാണ് ഇതുപോലെ പോവാതെ എൻറ്റയർ ആയിട്ടുള്ള ലീഫ് മാർജിൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ഇതുപോലെ തന്നെ ഇങ്ങനെ പോകുന്ന ലീഫുണ്ട്, പ്രത്യേകിച്ച് സൈഡിൽ മാർജിനിൽ മോഡിഫിക്കേഷൻ ഇല്ലാത്ത കാണാം. എനിവേ ദ മാർജിൻ ഇസ് കോൾഡ് എ ലീഫ് മാർജിൻ. ദെൻ ഹിയർ ടിപ്പ്, ലീഫിൻ്റെ ഇവിടെ ടിപ്പ് പാർട്ട് ഉണ്ട് അല്ലേ, ഈ ഒരു പാർട്ടിന് എന്താ പറയുക? ദിസ് ഇസ് കോൾഡ് ലീഫ് അപ്പെക്സ്. എന്താ പറയുക? അപ്പെക്സ്. ടിപ്പ് ഓർ അപ്പെക്സ് ഓഫ് ലീഫ് ഇസ് കോൾഡ് ലീഫ് അപ്പെക്സ്. ക്ലിയർ? സോ flattened part leaf lamina, leaf blade or epipodium, margin leaf margin എന്ന് പറയും, and it is leaf apex. Then main prominent structure midrib and its branches veins and veinlets. Clear? So structure of leaf ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. മെയിൻലി 3 parts: leaf base, petiole and leaf lamina. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റിലേറ്റഡ് ഡൗട്ട്സ് വരുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലെറ്റ്സ് ഫൈൻഡ് ഫോർ ടുഡേ. സീ യു ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്.